ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹലോ പാർട്ട് 5 എല്ലാവർക്കും സ്വാഗതം. അവൾ എന്താണ് മെസ്സേജ് അയച്ചതെന്നോ? ഇങ്ങോട്ട് നോക്ക്, നീ ആരുടെ കൂടെയാണെന്ന് എനിക്കറിയാം. ആ ലൂഷി നിന്നെ ചതിക്കും, അവൾ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മുടെ ഷെയ്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവളെങ്ങനെ ഞാൻ ലൂഷിയുടെ കൂടെ ഉള്ളത് മനസ്സിലായത്? നമ്മുടെ ലൂഷിയെ നോക്കുന്നുണ്ട്. ഷെയ്ൻ്റെ എക്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ബട്ട് എന്താണെന്ന് എനിക്കറിയില്ല. അവനെന്തിനാ അവളോട് സംസാരിക്കുന്നത്? ലൂഷിക്ക് സങ്കടമായി. പിന്നെ ഷിഹാനെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. ആ ഷെയ്ൻ ലൂഷിയെ ഡേറ്റ് ചെയ്യുകയാണ്. എന്തൊരു കഷ്ടമാണ്. അവൻ എന്നെ ഒഴിവാക്കിയിട്ട് അവളുടെ കൂടെ ഡേറ്റ് ചെയ്യുന്നു. അവൻ ആരെ കൂടെ ഡേറ്റ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവളുണ്ടല്ലോ, അവളെ ലവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നു. എന്താണേ നിനക്ക് അവളുടെ അടുത്ത് ഇത്രയും ദേഷ്യം? അവൾ നിന്റെ കൂടെ പഠിച്ചവൾ തന്നെയല്ലേ? നിനക്കറിയില്ല അവളില്ലേ എന്ന് പറഞ്ഞ് അവൾ നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നു. എന്താണെന്നറിയുമോ, ഒരു ദിവസം ലൂഷിയും ഷെയ്നും വിൻഡോയുടെ അടുത്ത് നിന്ന് സംസാരിച്ചിരുന്നില്ലേ? ഇതെല്ലാം ഷെഹാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് ലൂഷി പോയ സമയത്ത് അവൾ ആ സ്ഥലത്ത് വന്ന് നിന്നു. വിൻഡോയുടെ ഓപ്പോസിറ്റിൽ നിന്ന് വന്ന ഷെയ്ൻ അവിടെ കണ്ടത് ഷെഹാനെയാണ്. അപ്പോൾ അവൻ വിചാരിച്ചത് ഞാൻ ഇതുവരെ സംസാരിച്ചിരിക്കുന്നത് ഷെഹാനോടാണെന്നാണ്. ഇതിന് ശേഷമാണ് അവർ ഒന്നിച്ചത്. അവൾക്ക് ഷെയ്ൻ്റെ മേലെ ഒരു കണ്ണുള്ളതുകൊണ്ട് എന്താ നടന്നതെന്ന് അവൾ പറഞ്ഞതുമില്ല. ഇപ്പം ഞങ്ങൾ പിരിഞ്ഞില്ലേ, എന്ത് വന്നാലും ശരി ഞാൻ ലൂഷിക്ക് അവനെ വിട്ടുകൊടുക്കില്ല. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഷിഹാൻ്റെ ഫ്രണ്ട്, അവളുടെ പേര് ജൂഹി. അവളൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവൾ മുന്നേ ഒരു ദിവസം ഡ്രോയിങ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ അവൾക്ക് ശരിയായ രീതിയിൽ വന്നിരുന്നില്ല. അവളുടെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഡിയാൻ. അവനൊരു ആർട്ടിസ്റ്റാണ്. ആ സമയത്ത് ഇവളെ അവൻ അടിപൊളിയായി വരച്ച് കാണിച്ചു കൊടുത്തു. എടാ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇത്രയും അഴകായിട്ട് പ്ലീസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്കൊരു ആർട്ട് കോളേജിൽ പഠിക്കണമെന്നുണ്ട്. ഏയ് നീ എന്തിനാ ആർട്ട് കോളേജിലൊക്കെ പഠിക്കുന്നത്? നീ നന്നായിട്ട് പഠിക്കും. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിനക്ക് വേറൊരു ടീച്ചറെ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് അവൾ അത് കേട്ടില്ല. നീ തന്നെ എനിക്ക് ടീച്ചറായി വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഇല്ല, എനിക്ക് നിന്നെ ടീച്ചറാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല, പറ്റില്ല, എന്ത് വന്നാലും ശരി, നീ അല്ലാതെ എനിക്ക് വേറെ ടീച്ചറെ വേണ്ട. ഞാൻ ഇനി ഡ്രോയിങ്ങാണ് പഠിക്കുന്നത്. ഞാൻ വേറെ കോഴ്സ് എടുത്ത് പഠിക്കില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, നിന്റെ ലൈഫ് സെറ്റാവും എന്ന് പറഞ്ഞു. ഇല്ല, എന്ത് തന്നെ വന്നാലും ഞാൻ ഇത് തന്നെ ചെയ്യും. എന്താണെന്നറിയോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നവൾ പറഞ്ഞു. അപ്പോൾ അവനൊന്നും റിപ്ലൈ കൊടുത്തിരുന്നില്ല. ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് വർഷങ്ങളായി. എന്നാൽ ജൂഹി ആ ഡിയാനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഡിയാൻ അവിടെ തന്നെ ഉണ്ട്. ജൂഹി കാണാതെ ദൂരെ നിന്ന് അവളെ കാണുന്നു. നേരിൽ വന്ന് ഒരിക്കലും മിണ്ടിയിട്ടില്ല. ഈ സീരീസ് ഫുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. ഇതിലുള്ള എല്ലാവരും ലൈവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. നമ്മൾ ലൂഷി 15 വർഷമായി ഷെയ്നെ ലവ് ചെയ്യുന്നു. അത് അവനോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മനൂര് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അത് അവനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവൾ ഷെയ്നെയാണ് ലവ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ സീനിയറില്ലേ, അവൾ ലവ് ചെയ്യുന്നു. എന്നാൽ അവളുടെ ലവ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജൂഹിയെ ലവ് ചെയ്യുന്നു. എന്നാൽ അവനത് കാണുന്നില്ല. ഇങ്ങനെയാണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ നമ്മുടെ ഷെയ്നെ കാണാൻ ഷിഹാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ സംസാരിക്കുന്നില്ല. ഞാൻ നിന്നെ വേണമെന്ന് വെച്ച് ബ്രേക്കപ്പ് ചെയ്തതല്ല. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞു നിൻ്റെ അടുത്ത് ഇനി സംസാരിക്കരുത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്തത്. ഇപ്പോൾ അതോർത്ത് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നു. എനിക്കൊരു ചാൻസും കൂടി തരുമോ എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ കുറച്ച് സമയം കടന്നുപോയി. നമ്മുടെ ഷെയ്നെ തേടി ലൂഷി ഹോസ്റ്റലിലേക്ക് വന്നു. എന്നാൽ അവിടെ ഷെയ്നല്ല ഉള്ളത്, മനൂരിയാണ്. അപ്പോൾ ലൂഷി ചോദിച്ചു, അവനെവിടെ? അത് എക്സിൻ്റെ കൂടെ അവൻ പുറത്തുപോയി എന്നവൻ പറഞ്ഞു. ഓ പോയോ, എന്നാൽ പോട്ടെ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ നേരെ ക്ലാസ്സിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് ഷെയ്ൻ ക്ലാസ്സിലേക്ക് വന്നു. നീ ഇപ്പോഴും കഴിച്ചില്ല എന്ന് പറഞ്ഞ് അവൻക്കൊരു സാൻഡ്വിച്ച് കൊടുക്കുന്നു. എന്നാൽ അവിടെ ആരുമില്ല. അത് അവൾ സ്വപ്നം കാണുന്നു. അവിടെയാണ് മനൂര് വരുന്നത്. എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? എന്നാ സാൻഡ്വിച്ച് കഴിക്കേ എന്ന് അവൻ സാൻഡ്വിച്ച് കൊടുക്കുന്നു. ബട്ട് അവൾ സംസാരിക്കുന്നേ ഇല്ല. എന്നാൽ ഒരു സ്ഥലത്ത് ഷെയ്ൻ ഷിയാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിയാൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നീ ബ്രേക്കപ്പ് ചെയ്തതിൽ എനിക്ക് കുഴപ്പമില്ല. നീ പോയി ആ ലൂഷിയെ പ്രണയിച്ച. ഇങ്ങോട്ട് നോക്ക്, അവൾ ചീത്ത പെണ്ണാണ്, നിന്നെ നാടകം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ഹേയ്, നിനക്ക് എന്താണ് പ്രശ്നം? നീ എന്തിനാ എപ്പോഴും ലൂഷിയെ ഇങ്ങനെ കുറ്റം പറയുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കയ്യെ വെച്ച് സത്യം പഠിച്ച് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ സ്കൂൾ ടൈമിൽ ലവ് ചെയ്യുമ്പോൾ ഒരു വിൻഡോയുടെ അടുത്ത് കൂടി ലൂഷി പോകുന്നത് കണ്ടു. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ആരെ ലവ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഇവളെ മാത്രം സ്നേഹിക്കരുത്. അത് മെൻഷൻ ചെയ്തിട്ട് അവൻ ചോദിച്ചു, നീ ലവ് ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ റീസൺ എന്താണ് എനിക്ക് പറയണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവളും പഠിക്കും, നീയും നന്നായിട്ട് പഠിക്കും. എനിക്കത് കണ്ടിട്ട് എന്തോ പോലെ, അതുകൊണ്ടാണ്. നീ എന്തിനാ ആ പെണ്ണിനെ പറ്റി ഇത്രയും തെറ്റായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ? ഇത്രയും കാലം നിങ്ങൾ ഒരേ സ്കൂളിലല്ലേ പഠിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്കൊന്നും പറയാനില്ല. വേറൊരു സ്ഥലത്ത് ലൂഷി, അവൻ അങ്ങനെ പോയല്ലോ, എന്നോടൊന്നും സംസാരിച്ചത് പോലും ഇല്ലല്ലോ. അവൻ രണ്ടാളും ഒന്നാവാൻ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാന്ന് പാർക്കിൽ വെച്ച് എന്നോട് നന്നായി സംസാരിച്ചേ? എൻ്റെ കൈയെല്ലാം പിടിച്ചു. ഇതെല്ലാം എന്തിനാണ്? എന്താണ് ഇതിനെല്ലാം അർത്ഥം? എന്താണ് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫോൺ നോക്കിയിരിക്കുന്നത്? നിനക്ക് ആ ഷെയ്നോട് സംസാരിക്കണമെന്നുണ്ടോ? എന്നാൽ കോൾ ചെയ്യേ. വേണ്ട, ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ഡിസ്റ്റർബ്? ഇങ്ങോട്ട് നോക്ക്, ലവ് എല്ലാം കറക്റ്റ് ടൈമിൽ പറയണം, ഇല്ലെങ്കിൽ നിൻ്റെ ആളെ വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ട് പോകും. അവനോട് പറയടി. വേണ്ടടി, നിനക്കറിയുമോ ഞാൻ അവനെ 15 വർഷമായി അവനെ ലവ് ചെയ്യുന്നു. എന്നാൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പുറത്ത് നമ്മുടെ ഷെയ്ൻ നടന്നതെല്ലാം ആലോചിച്ചിരിക്കുകയാണ്. ആ ലൂഷി അവൾ എന്നെ നാടകം കാണിക്കണോ? ഇവളെല്ലാം പറഞ്ഞത് ഇനി ശരിയാവോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ബാക്കി പാർട്ട് 6 അപ്ലോഡ് ചെയ്യാം കേട്ടോ, വെയിറ്റ് ചെയ്യണേ.